ഒന്നിച്ച് പോകും ഒന്നിച്ച് പോകും ഒന്നേ പോകും ഒന്നേ പോകൂ ഒന്നിച്ച് പോകും ഒന്നിച്ച് പോകും ഒന്നേ പോകും ഒന്നേ പോകൂ ഒന്നിച്ച് പോകും ഒന്നിച്ച് പോകും ഒന്നേ പോകും ഒന്നേ പോകൂ ഒന്നിച്ച് പോകും ഒന്നിച്ച് പോകും ഒന്നേ പോകും. ഹലോ ഹലോ ആദ്യം ഈ മുദ്രാവാക്യം വിളിയെങ്കിലും ഒന്ന് ഒരുമിച്ച് വിളിക്കാൻ നോക്ക്, എന്നിട്ട് നടക്കും. പല രണ്ട് ടൈമിൽ വിളിച്ചിട്ട് ഒന്നേ പോകും ആദ്യം ആ മുദ്രാവാക്യം ഒന്ന് കറക്റ്റ് ചെയ്യും. ഒന്ന് വിളിച്ചേ. ഒന്നേ പോകൂ ഒന്നിച്ച് പോകും. മുദ്രാവാക്യം പ്രാക്ടീസ് ചെയ്യാൻ വന്നതല്ല. ബിനി ഒന്ന് ചോദിക്കും. അല്ല എന്നാലും അവൻ പറഞ്ഞതിന്റെ ഒന്നൊരു സാധനം വിട്ട് വന്നു. ഒന്നേ പോകും ഒന്നേ. ഓ അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ പറഞ്ഞു തന്നെ ചെയ്യാം. ചോദിക്കാം അല്ലേ? ചോദിക്കേ. അല്ല ഇവിടെ ചോദിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കണ്ടില്ലായിരുന്നല്ലോ, പുതിയ ആളാണോ? അതെ. നമ്പർ തരുവാണെങ്കിൽ ഞാൻ SMS അയക്കാം. വീടെവിടെയാ? അയക്കുന്ന SMS ഏതാന്ന് നമുക്കറിയാം. അല്ല ഊളംപാറയിലെ വീട് ചോദിക്കാനാണോ പറഞ്ഞത്? അതെ മിസ്റ്റർ ഉല്ലാസ് നെൽസൺ. നെൽസൺ ഉല്ലാസ്, നിങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി പറയുക. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പെയിന്റിംഗ് ഇവിടെ കളിയാക്കിക്കൊണ്ട് ഒരു കിറ്റ് എലികാസ്റ്റ് ചെയ്തായിരുന്നു. എലികാസ്റ്റമല്ല, പെയിന്റിംഗ് പെയിന്റിംഗുകാരെ കളിയാക്കിക്കൊണ്ടൊരു കിറ്റ് എലികാസ്റ്റ് ചെയ്തായിരുന്നു. കിറ്റോ ആ സാധനം ചെയ്തായിരുന്നു. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ പെയിന്റിംഗ് കോൺട്രാക്ടർമാര് മൊത്തം മണ്ടന്മാരാണ് അല്ല എന്നാണ് ഇവന്മാരുടെ വിചാരം. എന്നാണ് നിങ്ങളുടെ വിചാരം? അതല്ല, എന്റെ വീട്ടിൽ പണിക്ക് വന്ന ആൾക്കാരാണ്. കാണിച്ച പരിപാടി എന്താണെന്നറിയാം? പെയിന്റിങ്ങിന് മേടിച്ചു കൊടുത്ത പെയിന്റ് അധികം വരുന്നതെല്ലാം വാഴയുടെ ചവിട്ടി കൊണ്ടിട്ട് മണ്ണിട്ട് മൂടുക. എല്ലാ പെയിന്റും ബാലൻസ് വരുന്നെല്ലാം വാഴയുടെ ചവിട്ടി മണ്ണിട്ട് മൂടുക. അതിനിടെ അങ്ങനെ അതെ, കൊല ഉണ്ടാവുമ്പോഴേ പല വർണ്ണത്തിലുള്ള കായ ഉണ്ടായി വരാനാ ഈ പഞ്ചവർണ്ണ തത്താന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ പഞ്ചവർണ്ണ കായ. ഇപ്പൊ തന്നെ പാളയംകുളം കൊല ഏത്തപ്പഴൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞാൽ പഞ്ചവർണ്ണ കൊല. എങ്ങനെയുണ്ടത്? അതും പോട്ടെ, ഇവരോട് ഞാൻ ഏണി വെച്ച് പെയിന്റ് ചെയ്യാനാന്ന് പറഞ്ഞു. നീ വന്ന് നോക്കണം നെൽസാദ്, കാണിച്ചു വെച്ചത് അതും തെറ്റായി പോയോ? എന്നോട് ഈ സാറ് വന്നു പറഞ്ഞു, 1 ലിറ്റർ പെയിന്റ് എടുത്ത് വന്നിട്ട് പറഞ്ഞു ഈ ചുമറ്റയിൽ ഏണി വെച്ച് പെയിന്റ് അടിക്കണമെന്ന്. ഞാൻ ആ ഏണി ഇങ്ങനെ വെച്ചു ഇങ്ങനെ പെയിന്റ് അടിച്ച് ആ ഏണിയുടെ പാട് മൊത്തം ഇങ്ങനെ ഭിത്തിയിലാക്കി. അത് ചെയ്ത് തെറ്റാണോ? ഇപ്പൊ വന്ന് കാണണം. പാമ്പും കോണിയും കടിക്കാം, പാമ്പും കോണിയും. അല്ലത് കാര്യമുണ്ട്. നിങ്ങളൊരു കാര്യം തൊഴിലാളികളോട് പറയുമ്പോൾ അത് വ്യക്തമാക്കി മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കണം. അത് അങ്ങനെ അല്ലായിരുന്നോ? അത് പോട്ടെ, എന്റെ കുടിവെള്ളം മുട്ടിച്ചവനോട് താൻ കുടിവെള്ളം എങ്ങനെയാ മുട്ടിക്കണേ? കുടിവെള്ളം മുട്ടിക്കാനായിട്ട് അത് കരിങ്കല്ല് വേണോ എങ്ങനെ മുട്ടിക്കാൻ? എടുക്കണേ, കുടിവെള്ളം ഒഴിക്കുമല്ലേ? എന്നാ പറഞ്ഞ കുടിവെള്ളം മുട്ടിച്ചു എന്ന് പറഞ്ഞു? അല്ല ഏത് അർത്ഥത്തിലത് പറഞ്ഞേ? കുടിവെള്ളം എങ്ങനെ മുട്ടിച്ചു? കിണറ്റിൽ കൊണ്ടുവന്നേ ഇവര് പെയിന്റ് ഒഴിച്ചെന്ന്. എന്തുവാടോ കാണിച്ചത്? എന്താ കാരണം എന്താന്ന് ചോദിക്കുക. പെയിന്റ് കലക്കാനുള്ള കാരണം എന്നാന്ന് നിങ്ങൾ ചോദിക്കുക. ഞാൻ പറഞ്ഞ കിണറ്റിനകത്ത് മൊത്തം പായലാണല്ലോ ഒന്ന് പറഞ്ഞു കേൾക്കും. കേട്ടില്ലേ? കിണറ്റി പായലാണ്. എന്നാ ചെയ്യേണ്ടത്? 3, 4 പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിട വർണ്ണമനോഹര മാണി മാളിക വിളങ്ങി തിളങ്ങി പെയിന്റ് എടുത്ത് ഒഴിച്ചു. തലവടിക്കും അത് മാത്രമാണ് അവിടെ സംഭവിച്ചത്. അതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. എന്നതാ റൂട്ട് മാറിപ്പോയല്ലോ. റൂട്ട് മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ കിണറ്റിനകത്ത് പായൽ മാറിയോ? ഇതൊക്കെയല്ല എനിക്ക് സങ്കടം വന്ന വേറൊരു കാര്യമാണ്. ഇവരാ സ്കിറ്റിലെ ടെലികാസ്റ്റ് ചെയ്തപ്പോ കണ്ടായിരുന്നോ? ഇവര് കാണിച്ച കാട്ടായം കോൺട്രാക്ടർമാരെ കുറിച്ച്. ഈ പെയിന്റിന്റെ പാട്ടയില്ലേ, ആ പാട്ട പൊട്ടിക്കുമ്പോ ഒരു ടോക്കൺ കിട്ടുമല്ലോ. അത് നിങ്ങൾ ആരും അറിയാതെ ആ ടോക്കൺ ഞാൻ എടുക്കുന്നതായിട്ട് ഇവര് ടെലികാസ്റ്റ് ചെയ്തു. അത് ചെയ്തോ? ഉള്ള കാര്യം പറയാനല്ല, ഈ പുള്ളി ഈ പെയിന്റിംഗ് സൈറ്റിൽ വരുന്നുണ്ടോ? ഈ പാട്ട പൊട്ടിച്ച് ഈ ടോക്കൺ എടുക്കാൻ വേണ്ടി മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ. അതെങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ച് സാധനം കൃത്യമായിട്ട് ഇട്ട് കളഞ്ഞു? കൺഗ്രാറ്റുലേഷൻസ്, കീപ് ഇറ്റ് അപ്പ്. വിനു, എന്റെ സൈഡാണോ അവരുടെ സൈഡാണോ? അല്ല സത്യം എന്തായാലും വേറൊരു കാര്യം മനസ്സിലാക്കണം. ഇവര് വേറൊരു കാര്യം എന്നാ ചെയ്തെന്നറിയാവോ? ഞാൻ തൊഴിലാളികളിൽ നിന്നൊക്കെ പിരിവ് മേടിച്ച് 10, 100, 200 നിങ്ങളുടെ പണിക്കാശിന്ന് മേടിച്ച് നിങ്ങൾക്ക് തരാതെ വെട്ടി ഒന്നിച്ച് കൊണ്ടുപോയി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി മദ്യപിക്കുകയാണെന്ന്. എന്റെ ദൈവമേ, ഈ പാട്ട പഠിച്ച് ടോക്കൺ എടുക്കാനും ഈ വെട്ടുമേനി വെട്ടാൻ വേണ്ടി വൈകുന്നേരം മാത്രമേ ഈ പുള്ളി സൈറ്റിൽ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും എന്നെ എത്ര ദ്രോഹിച്ചിട്ടും ഞാൻ ഇവരെ വീട്ടിൽ പണിക്ക് നിർത്തുന്നത് എന്തിനാണെന്നറിയോ? എന്റെ വീടിന്റെ ഫ്രണ്ടില്
ഒരു മോഡേൺ ആർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ അയ്യോ, ഇയാളെ അവിടെ അത് പഠിപ്പിച്ചത്. മോഡേണായിട്ടല്ലായിരുന്നു. ഒന്നാം തീയതി സാധനം കഴിച്ചില്ലെങ്കിൽ പുള്ളിക്ക് കൈ വറക്കും. ആ കൈ വറച്ചോണ്ട് ഇങ്ങനെ പെയിന്റ് അടിച്ചാൽ അത് മോഡേണായിട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയതാ അത്. അല്ലേ? നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഞങ്ങൾ പെയിന്റിങ്ങുകാരൊക്കെ മദ്യപാനികളാണെന്ന്. ഞങ്ങൾ മദ്യപിക്കത്തില്ല, മദ്യപിക്കാതെ ചെയ്ത മോഡേൺ ആക്ടറായിരുന്നു അതല്ലേ. ഈ ഒന്നാം തീയതി കിട്ടാത്തോണ്ടാണ് പുള്ളി ഇങ്ങനെ കൈ വറച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം 2, 3, 4, 5 ഉള്ള അടി കാണുന്ന ഈ കാലന്റെ ദൈവമേ, വെള്ളം അങ്ങനെ അടിച്ചിട്ടുണ്ടല്ലോ. വെച്ചിട്ട് ഇങ്ങനെ ഉഫൂന്ന് നമ്മൾ വെള്ളം അടിച്ചിട്ട് ഊതൂലേ, ഈ വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ ഉഫൂന്നൊരു ഊതിയത് ഒരു റോസാപ്പൂവിനായിരുന്നു. ആ റോസാപ്പൂ ഞാൻ അവിടെ പോണ വരെ എന്നെ തെറിയായിരുന്നു. ബിനു എന്റെ സൈഡാണോ അവരുടെ സൈഡാണോ? അല്ല സത്യം പറയുമ്പോൾ ഇങ്ങനെയാണ് ഞാനൊരു കാര്യം ചെയ്യാം. ബിനു വേണ്ട, എന്റെ പണിക്ക് ബിനു വേണ്ട, ബിനു വരണ്ട. ഞാൻ ബിനുവിന് പകരം അവരെ പണിക്ക് വിളിച്ചോണ്ട് പോക്കോളാം. അപ്പൊ ഞാൻ നിങ്ങൾ ആ പൂന്തോട്ടത്തിൽ കയറിയിരുന്നു എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മതി. ബിനു ഒരു കാര്യം കൂടെ കേട്ടിട്ടേ പോകാവുള്ളൂ. ഇവർ കാണിച്ചതെന്നറിയാമോ? നിങ്ങൾ ആ കിറ്റ് കണ്ടായിരുന്നോ? ഞാൻ കിറ്റ് കണ്ടില്ല. ആ കിറ്റിൽ അവർ കാണിക്കുകയാണ് നമുക്ക് ആത്മാർത്ഥതയില്ല, 5 മണി വരെ പണി ചെയ്യത്തില്ല, 5 മണിക്ക് മുമ്പ് എവിടെയെങ്കിലും പണി നിർത്തിയിട്ട് ബ്രഷും കഴുകി നമ്മൾ പോകുമെന്ന് ഇവർ കാണിച്ചറിയോ? അങ്ങനെ കാണിച്ചു. ഈ അങ്ങ സൈസ് വർത്താനം മാത്രമല്ല, അത്ര ഉത്തരവാദിത്തമില്ലാത്ത ആളുകളല്ല ഞങ്ങള്. നിങ്ങളിപ്പോ ഇന്നത്തെ തന്നെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. 2 മണിക്കാണ് ഞങ്ങൾ ഇത് അറിയണത്. ഈ കേട്ട അപ്പൊ തന്നെ ബ്രഷും ഈ പാട്ടൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത്, ഞങ്ങളോട് കാണിക്കാൻ പെരുമാറും ചെയ്യരുത്, അത് വളരെ മോശമാണ്. വേണ്ട, ഇനി നിങ്ങളുടെ പണിയും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾ പോവാ. നമുക്ക് പണി വേണ്ട, വേണ്ടല്ലോ. നമ്മളെന്ത് അല്ല, നമ്മുടെ രക്തം തിളക്കണം. ബിനു ഇപ്പൊ കാണിച്ചില്ലേ, ഇതുപോലെ നമ്മുടെ രക്തം തിളക്കണം. നമ്മൾ പ്രതികരിക്കണം, തൊഴിലാളികള് പ്രതികരിക്കണം, രക്തം തിളക്കണം. നമ്മൾ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ച് കൊടുക്കരുത്. കൊടുക്കണ്ട, അങ്ങനെ കൊടുക്കില്ല. ശരി. അപ്പൊ ഉല്ലാസല്ലേ പറഞ്ഞത് നിങ്ങളുടെ പണിക്കാർക്ക് കൊടുത്താൽ മതി ഇവിടുത്തെ കൊട്ടേഷൻ. ഞാൻ പറഞ്ഞായിരുന്നു. എത്ര ലക്ഷം? 20 ലക്ഷം രൂപയുടെ വർക്കല്ലായിരുന്നു? വർക്കാണത്. അത് കൊടുക്കാതെ നിങ്ങൾ തറതട്ട നിന്നല്ലേ? ഞാൻ ഇവർക്ക് വേണ്ടി വാദിച്ചല്ലേ. ഞങ്ങൾക്ക് ആ തൊഴിൽ വേണ്ട. നിങ്ങൾക്ക് എന്നാ വിചാരിച്ചേ? പാവപ്പെട്ട തൊഴിൽ പറയട്ടെ, ഞാൻ എന്നാ വിചാരിച്ചേ? പാവപ്പെട്ട തൊഴിലാളികൾ നട്ടലില്ലാത്തവരാണ്. ഞാൻ പറയുന്നൊന്ന് കേൾക്കട്ടെ. ഇനി നിങ്ങൾ പൊന്നും കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി തരാൻ ഈ വർക്ക് ഞങ്ങൾക്ക് വേണ്ട. സംസാരിച്ച് ബ്രഷ് വെച്ച് വട്ടോര അടി അടിച്ചാണല്ലോ ഫ്ലാറ്റ് അടിക്കണേ. പിന്നെ നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല. മനസ്സിലായോ? 20 ലക്ഷം രൂപയുടെ വർക്കാണ്. 20 ലക്ഷം രൂപയുടെ വർക്ക് ഇപ്പൊ 5 ലക്ഷം രൂപ അഡ്വാൻസിന് അവിടെ ചെക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ചോര കളിച്ച? ഇത്രയും ചോര കളിച്ചാൽ മതി. ചോര കളിച്ചാലേ നിന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ അരി തിളക്കത്തില്ലടാ. അപ്പൊ ഇനിയിപ്പോ എന്നാ ചെയ്യും? ഇനിയിപ്പൊ നീ എന്റെ കൂടെ വേണ്ട. ഒന്നേ പോകില്ല, ഒന്നിച്ചേ പോകില്ല, ഒന്നേ പോകില്ല, ഒന്നിച്ചേ പോകില്ല, ഒന്നേ പോകില്ല, ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. ചോര തിളച്ചത് മറന്നിട്ട് ജോലി തരുമോ ഞങ്ങക്ക്? തരാൻ നിനക്ക്. ആണോ? ജോലി അല്ലെന്നേ ഉള്ളൂ. വിട്ടോ. ഒന്നേ പോകില്ല, ഒന്നിച്ച് പോകില്ല, ഒന്നിച്ച് പോകില്ല.